വിവരിച്ചത്. ആ 28-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളെയല്ലാതെ അഹ്ലി കിതാബുകാരെയോ മറ്റ് അവിശ്വാസികളെയോ ആത്മമിത്രങ്ങളായി കൈകാര്യകർത്താക്കളായി സ്വീകരിക്കരുത് എന്ന കൽപ്പനയാണ് അല്ലാഹു തആല നൽകിയത്. അങ്ങനെ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ ആത്മമിത്രങ്ങളാക്കുകയും കൈകാര്യകർത്താക്കളാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടവും ഏറ്റവും വലിയ തോൽവിയും സംഭവിക്കുക സത്യവിശ്വാസികൾക്കായിരിക്കും. കാരണം സത്യനിഷേധികൾ പരസ്പരം സഹകാരികളാണ്. സത്യവിശ്വാസികളോട് അധര വ്യായാമം എന്ന നിലക്ക് എന്ത് സൗഹൃദം നടിക്കുകയാണെങ്കിലും എന്ത് ചങ്ങാത്തം കൂടുകയാണെങ്കിലും ഒരിക്കലും ആത്മാർത്ഥമായി അവർ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നത്, അവർ നന്നായിത്തീരുന്നത്, ഏതെങ്കിലും തരത്തിൽ അവർ പുരോഗതി പ്രാപിക്കുന്നത് അവർക്ക് അങ്ങേയറ്റം അരോചകമാണ്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് നഷ്ടം സംഭവിക്കുന്നത്, തോൽവി പിണയുന്നത് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യവുമാണ്. സത്യനിഷേധികൾ പരസ്പരം സഹകാരികളാണ്. അവർ പരസ്പരം ഇസ്ലാമിനെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ അവർ ഒറ്റക്കെട്ടാണ്. അവർ തമ്മിൽ എത്ര തന്നെ അകൽച്ച ഉണ്ടെങ്കിലും, തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിക വിഷയങ്ങളിൽ അവർ ഒറ്റക്കെട്ടാണ്. ആ ഇസ്ലാമിനെതിരെ അവർ എപ്രകാരം സഹകരിക്കുകയും പരസ്പരം ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്യുന്നുവോ അപ്രകാരം നിങ്ങൾ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാകുന്നില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വമ്പിച്ച ഫിത്നയും വലിയ നാശങ്ങളും ഉണ്ടാകും എന്നാണ് അള്ളാഹുവിൻ്റെ താക്കീത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്നാൽ അവരെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ, അവരെ തടുത്തു നിർത്തുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാണോ? അധരവ്യായാമത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് പ്രവൃത്തി പഥത്തിൽ ഒരിക്കലും ഈ ഇസ്രായേലിനെ തടുത്തു നിർത്തുന്ന വിഷയത്തിൽ, ഇസ്രായേലിൻ്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് അവിടെയുള്ള മുസ്ലിങ്ങളെ രക്ഷിക്കുന്ന വിഷയത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നവർ എപ്രകാരം ഇസ്രായേലിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും അവർക്ക് സാമ്പത്തികവും സൈനികവും മറ്റുമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ അപ്രകാരം മുസ്ലിങ്ങളെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാകുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പവും ഫിത്നയും ഫസാദും ഇപ്പോഴും നടമാടിക്കൊണ്ടിരിക്കാൻ കാരണം. ഇത് പറഞ്ഞ ശേഷം ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, ആരെങ്കിലും ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുകയും അവരെ സഹകാരികളാക്കി കൊണ്ടു നടക്കുകയും അവരോട് അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുവോ ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അള്ളാഹുവിങ്കിൽ നിന്ന് അവർ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കടാക്ഷം ഒരിക്കലും അവർക്ക് ലഭിക്കുകയില്ല. ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാഹ്, എന്നാൽ ഈ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ താൽക്കാലികമായി ഒരു അടവെന്ന നിലയിൽ അവരോട് സൗഹൃദം നടിക്കുന്നതിന് കുഴപ്പമില്ല. ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാഹ്, അവരുടെ ആക്രമണത്തിൽ നിന്ന്, അവർ അഴിച്ചുവിടുന്ന കലാപങ്ങളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവരോട് സൗഹൃദം നടിക്കുകയോ അല്ലെങ്കിൽ ഒരു അടവ് നയം സ്വീകരിക്കുകയോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണമായി
ഒരു വർഗീയ കലാപം നടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ അകപ്പെട്ടു പോവുകയാണ്. മുസ്ലിമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കലാപകാരികൾ കൊന്നുകളയും, അല്ലെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ യാതൊരു നിർവാഹവും ഉണ്ടാവുകയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈവൻ മുസ്ലിമാണെന്ന് വെളിപ്പെടുത്താതിരിക്കുക എന്ന് മാത്രമല്ല, ഹൃദയത്തിൽ ഈമാനിൽ ഉറച്ചുകൊണ്ട് മൻ കഫറ മിൻ ബഅദി ഈമാനിഹി, ആരെങ്കിലും ഈമാൻ കൈക്കൊണ്ട് കഴിഞ്ഞ ശേഷം കുഫ്ർ സ്വീകരിച്ചാൽ, കുഫ്റിന്റെ വാക്ക് ഉച്ചരിച്ചാൽ, ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധിതനായിരിക്കെ അല്ലാതെ, വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, പക്ഷേ കൽബിൽ ഈമാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ കൽബിൽ ഈമാൻ ഉണ്ടായിരിക്കെ തൽക്കാലം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കുഫ്റിന്റെ വാക്ക്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മുസ്ലിമാണോ എന്ന് ചോദിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഞാൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ എന്ത് വേണം? വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാനോട് കൂടിയായിരിക്കണം, ഈ കുഫ്റിനെ അംഗീകരിച്ചു കൊണ്ടായിരിക്കരുത്. അങ്ങനെ ആരെങ്കിലും ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാഹ്, തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ, ഇത് ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിനെതിരെ ശത്രുക്കൾ കിരാതമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അവരെ തടുത്തു നിർത്താൻ സാധ്യമല്ല. ഉദാഹരണമായി പാശ്ചാത്യ രാജ്യങ്ങളാണ് ആക്രമണം നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ സംയുക്തമായ ആക്രമണം നടത്തിയതുപോലെ ഒരു മുസ്ലിം രാജ്യവും ആ അഫ്ഗാൻ ആക്രമണത്തിന് അനുകൂലമായിരുന്നില്ല. പക്ഷേ എതിരെ രംഗത്ത് വരാനുള്ള താക്കത്ത് ഇല്ല. അമേരിക്കയെയും സഖ്യ സൈന്യങ്ങളെയും തടുത്തു നിർത്താൻ സാധ്യമല്ല. എന്നാൽ അത്തരം പശ്ചാത്തലത്തിൽ മാനസികമായി ഈ പീഡിതരായ മുസ്ലിങ്ങളോടൊപ്പം ആ രാജ്യത്തോടൊപ്പം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം എന്തെങ്കിലുമൊക്കെ നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സെയിം ടൈം ഒരു മുസ്ലിം ഇത്തരം പരീക്ഷണ ഘട്ടത്തിൽ താൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോലും കുഫ്രിന്റെ വാക്ക് ഉച്ചരിക്കുകയില്ല, ഈ സത്യനിഷേധികളോട് അടിയറവ് പറയുകയില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുസ്ലിമാണെന്ന് ധീരമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ ഷഹീദാകുന്നു. ഷഹാദത്തിന്റെ പദവി അല്ലാഹു തആല അയാൾക്ക് നൽകുന്നതാണ്. എന്നാൽ രക്ഷപ്പെടാൻ വേണ്ടി തൽക്കാലം ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാഹ്, ഒരു അടവ് നയം എന്ന ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കെ ഈ ശത്രുക്കളോട് സൗഹൃദം നടിക്കാവുന്നതാണ്. അത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല അനുവാദം നൽകിയിരിക്കുന്നു. പക്ഷേ ഒരാൾ തൻ്റെ ഈമാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലും ആ ഈമാനിൽ അടിയുറച്ചുകൊണ്ട് ധീരമായി പ്രഖ്യാപനത്തോടു കൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ ഷഹാദത്തിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ഇതിന് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിൽ പറഞ്ഞ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നൊരു യുവാവ് ഓടി വന്നു. 3 പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട നാടാണ്. അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ ആ 3 പ്രവാചകന്മാർക്കെതിരെ ആ നാട്ടുകാർ വാളോങ്ങിയിരിക്കുകയാണ്. ഈ പ്രവാചകന്മാർ ഏത് നിമിഷവും കൊല്ലപ്പെടും എന്ന അങ്ങേയറ്റത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഇത് അറിഞ്ഞുകൊണ്ട് സത്യവിശ്വാസിയായ ഒരു യുവാവ് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, അല്ലയോ ജനമേ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിൻപറ്റുകയും, ഉറപ്പാണ് കൊല്ലപ്പെടുമെന്ന്. ഉറപ്പായിരിക്കെ തന്നെ ആ നാട്ടിലില്ല, ആ സ്പോട്ടിലില്ല. പക്ഷെ ഓടി വന്നുകൊണ്ട് അദ്ദേഹം വിഷയത്തിൽ ഇടപെടുകയും ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ആ
അവർ സത്യവാന്മാരാണ്, അല്ലാഹു തആല നിയോഗിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ദഅവത്ത് ചെയ്യുകയാണ്. ഈ ധീരമായ സമീപനമാണ് മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നാം ഒക്കെ അതാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ ഒരു അനുവാദം അല്ലാഹു തആല നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. പക്ഷെ മാതൃകകളൊക്കെയും ഇതിന് വിരുദ്ധമായി ഈമാനിന് വേണ്ടി നിലക്കൊണ്ടുകൊണ്ട് ഷഹാദത്ത് വരിച്ചതിൻ്റെതാണ് ഖുർആനിൽ ഉള്ളത്. അനേകം സഹാബികൾ ആ രൂപത്തിൽ മാതൃക കാണിച്ചതായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ അനുവാദം നൽകിയ ശേഷം അല്ലാഹു തആല പറയുന്നത്, അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നിങ്ങളെ യുഹദ്ദിറുക്കും, നിങ്ങളെ ജാഗരൂകരാക്കുകയാണ്. വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിന്റെ അടുക്കലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ വന്ന് നിൽക്കേണ്ടി വരും, അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടു കൂടി വേണം നിങ്ങൾ ജീവിക്കാൻ. വളരെ നിർബന്ധിതമായ സാഹചര്യമാണ്. ഈ ഒരു ശത്രുക്കളോട് സൗഹൃദം നടിച്ചാലല്ലാതെ രക്ഷപ്പെടുകയില്ല എന്ന് പരിപൂർണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ആയുധം പ്രയോഗിക്കാവൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്. നബിയെ, താങ്കൾ പറയുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് നിങ്ങൾ ഒളിച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അല്ലാഹു തആല അതറിയുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ തന്നെ നിങ്ങൾക്ക് ഖൽബിൽ ഈമാനുണ്ട്, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളോട് അങ്ങേയറ്റത്തെ രോഷമുണ്ട്, അതോടൊപ്പം നിങ്ങൾ ഈ ഈമാനുള്ളതോടൊപ്പമാണ് ഈ മാർഗം സ്വീകരിച്ചത് എങ്കിൽ അല്ലാഹു തആല അതറിയുന്നു. മറിച്ച് നിങ്ങൾ തക്കിടിക്ക് വേണ്ടി നിങ്ങൾ ഈമാൻ കൈയഴിച്ചുകൊണ്ട് ഈ ശത്രുക്കളുടെ മുമ്പിൽ അടിയറവ് പറയുകയാണെങ്കിൽ അല്ലാഹു തആല അതറിയുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മാത്രമല്ല അല്ലാഹു തആല അറിയുന്നത്, ഈ ആകാശഭൂമികളിലുള്ള എല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ. നാളെ അല്ലാഹുവിന്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം ഓരോ ആത്മാവും എന്തൊരു ഖൈറായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കുന്നു. എല്ലാം അവർ അവിടെ കണ്ടെത്തുന്നതാകുന്നു. വമാ അമിലത് മിൻ സൂഇൻ, നേരെ മറിച്ച് എന്തെങ്കിലും ഒരു തിന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിന്മക്ക് അനുകൂലമായി ഒരു സൂചനയെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരാംഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, കാണിച്ചിട്ടുണ്ടെങ്കിൽ, തവദ്ദു ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദാ, മഹ്ശറ വൻസഭയിൽ വെച്ച് അവർ ആഗ്രഹിച്ചു പോകും, തൻ്റെ ഈ ദുഷ്കർമ്മങ്ങൾക്കും എനിക്കുമിടയിൽ അമദൻ ബഈദാ, 1000 കാതം അകലമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ ഈ തിന്മ എന്നിൽ നിന്ന് അകലെ പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകും. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അല്ലാഹു തആല അവനെ കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരെങ്കിലും കടുക് മണിത്തൂക്കം ഖൈറായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കണ്ടെത്തും. ആരെങ്കിലും കടുക് മണിത്തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും. അപ്പോൾ അല്ലാഹു തആല ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്താൻ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കാലടിപ്പാടുകളും നേരായ മാർഗത്തിലായിരിക്കണം. നിങ്ങൾക്ക് നാളെ പാരത്രിക വിജയം കരസ്ഥമാക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു തആല അവന്റെ ദാസന്മാരോട് അങ്ങേയറ്റം റഊഫാകുന്നു, അങ്ങേയറ്റം ദയാലുവാകുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ഒരിക്കലും
കൈ കടിക്കാൻ ഇടയാകരുത് എന്ന നിലക്ക് അല്ലാഹു തആല മുൻകൂട്ടി തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ഇനി ഖുൽ നബിയെ താങ്കൾ പറയുക, അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ആയത്തിൽ അല്ലാഹു തആല വിവരിക്കുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് നിങ്ങൾക്ക് പ്രിയം ഉണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഹുബ്ബ് ചെയ്യുന്നുവെങ്കിൽ എന്താണ് വേണ്ടത്? നാം അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, മനുഷ്യന്റെ പ്രകൃതി തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ജീവിതത്തിന് സംഭാവന നൽകുകയും അവന്റെ ജീവിതത്തിൽ അമൂല്യമായ അനുഗ്രഹങ്ങൾ നൽകുകയും എല്ലായ്പ്പോഴും അവന്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയത് ആരാണോ അവരോടായിരിക്കും മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും കൂടുതൽ കടപ്പാട്. അത് നാച്ചറാണ്, മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നാം മാതാപിതാക്കന്മാരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഉറ്റ ബന്ധുമിത്രാദികളെ, നമ്മുടെ ഗുരുനാഥന്മാരെ ഒക്കെ നാം സ്നേഹിക്കുന്നത്. അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അവനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, അവന് നിർമാർഗം കാണിക്കാൻ വേണ്ടി അവന്റെ ഇഹപര വിജയത്തിന് ആവശ്യമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. സൂറത്തുൽ ബഖറയിൽ അക്കാര്യം അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞാലാണ് പ്രവാചകന്മാർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കഴിഞ്ഞാലാണ് മാതാപിതാക്കന്മാർ. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിട്ടുള്ളവരോടാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെയാണ് ഒന്നാമതായി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എന്നാൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താണ് വേണ്ടത്? എന്താണ് അതിൻ്റെ പ്രായോഗികമായ രൂപം? ഫത്തബിഊനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഖുൽ നബിയെ താങ്കൾ പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക. അപ്പൊ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഹിതകരമായ സ്വഭാവ സംസ്കാരങ്ങൾ, കർമ്മങ്ങൾ എന്താണ്? ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കേണ്ടത്? ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക, എന്നെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇതാണ് അതിൻ്റെ മാർഗം. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് സ്ഥാനം നൽകുന്നില്ലെങ്കിൽ, ഇവിടെ നമുക്കറിയാം അഹ്ലുൽ ഖുർആൻ എന്ന പേരിൽ ഒരു കൂട്ടരുണ്ട്, ചേകന്നൂർ മൗലവിയുടെ. അയാൾ തട്ടിപ്പോയതോടുകൂടി പിന്നീട് അതിന് എന്താ പറയുക, ആ പഴയ ചൂടും ഒന്നുമില്ല. എന്നാലും അവിടെ ഇപ്പോഴുമുണ്ട്. ഇനി ആ ഗ്രൂപ്പിലല്ലെങ്കിലും സുന്നത്ത് പ്രമാണമൊന്നുമല്ല, ഖുർആൻ ഫോളോ ചെയ്ത് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖുർആൻ ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഖുർആനിലാണ് പറഞ്ഞത്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാതെ ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഇനി ഒരാൾ സുന്നത്ത് പരിഗണിക്കാതെ ഹദീസുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഖുർആൻ അനുസരിച്ചുകൊണ്ട് അങ്ങ് ജീവിക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ തന്നെ
ഒരിക്കലും ഈ ഖുർആൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അയാൾക്ക് സാധ്യമല്ല. എന്തിനേറെ പറയുന്നു, നാം ശരീരം കൊണ്ട് അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തൂണുകളിൽ ഒന്നായ നമസ്കാരം പോലും യഥാവിധി നിർവഹിക്കാൻ ഖുർആൻ അനുസരിച്ചുകൊണ്ട് സാധിക്കുകയില്ല. കാരണം ഖുർആനിൽ വിശദാംശങ്ങളില്ല, സൂചനകൾ മാത്രമാണുള്ളത്. ഖുർആനിലെ കൽപ്പനകൾ എപ്രകാരമാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ആ കാര്യം അനേകം ആയത്തുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ ഹദീസ് കൂടി പരിഗണിച്ചേ പറ്റൂ, സുന്നത്ത് അനുധാവനം ചെയ്തേ പറ്റൂ. അല്ലാതിരുന്നാൽ ഈ ചേകനൂരിൻ്റെ ആളുകൾ നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? 1-2 വക്തേ അവർക്ക് നിസ്കാരമുള്ളൂ. കാരണം ഖുർആനിൽ 5 വക്ത നിസ്കാരം പറഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ 5 വക്ത നമസ്കാരങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് CN അഹമ്മദ് മൗലവി 5 വക്ത നമസ്കാരം ഖുർആനിൽ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിൽ, സൂറത്ത് ത്വഹായിൽ, അങ്ങനെ പല സൂറത്തുകളിലായി നമസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചിടത്തൊക്കെ പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, മധ്യാഹ്നത്തിൽ, സായാഹ്നത്തിൽ, രാത്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗത്തിലൂടെ 5 വക്ത നമസ്കാരം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. ഇനി 5 വക്ത നമസ്കാരത്തിൻ്റെ കാര്യം അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എപ്രകാരം തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കണം, എപ്രകാരം വുദു എടുക്കണം, ഈ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള കർമ്മങ്ങളിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, പറയേണ്ടത്, എങ്ങനെയാണ് റുക്കൂ, എങ്ങനെയാണ് സുജൂദ്, ഇതൊന്നും തന്നെ ഖുർആനിൽ നിന്ന് നേർക്ക് നേരെ നമുക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഖുർആൻ പ്രമാണിച്ചുകൊണ്ട് മാത്രമേ ഖുർആനിൽ പറഞ്ഞതുപോലെ നമസ്കരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ഈ അഹ്ലുൽ ഖുർആൻ എന്ന് വാദിക്കുന്ന അവർ റുക്കൂഴിൽ നിന്ന് നേരെ സുജൂദിലേക്കാണ് പോവുക. കാരണം എന്താ വെച്ചാൽ ഖുർആനിൽ പറഞ്ഞു വർക്കഉ വസ്ജുദു, നിങ്ങൾ റുക്കൂൾ ചെയ്യുക, നിങ്ങൾ സുജൂദ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ റുക്കൂഴിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൊണ്ടുള്ള ഈ എഴുത്തിദാൽ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ റുക്കൂഴിൽ നിന്ന് നേരെ മൂക്ക് കുത്തുകയാണ് സുജൂദിലേക്ക്. ഇങ്ങനെയുള്ള അനർത്ഥങ്ങളും അസംബന്ധങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്താതിരുന്നാൽ സംഭവിക്കുക. ഇതൊരു നമസ്കാരത്തിൻ്റെ കാര്യമാണ്. അവിടുന്ന് അങ്ങോട്ട് റമദാൻ മാസത്തിലെ നോമ്പ്, ഹജ്ജ്, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നിയമങ്ങൾ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുഷ്ഠിച്ചുകൊണ്ടല്ലാതെ, സുന്നത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ ഒരാൾക്ക് ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇത് രണ്ടും കൂടാതെ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യുക, എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടണോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ യാതൊരു നിർവാഹവുമില്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആല നിങ്ങളെ സ്നേഹിക്കുമെന്ന് മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ചെറിയ സംഗതിയല്ല. പിന്നെ ഈ സുന്നത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിലർക്കൊക്കെ സുന്നത്തുകളെ ഒരു എന്താ പറയുക, ഒന്ന് പിന്നെ എങ്ങനെയെങ്കിലും അതിനൊന്ന് കഴിച്ചിലായി കിട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്ന പല സുന്നത്തുകളെയും ചെറുതാക്കുകയും കൊച്ചാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, ചെയ്ത് കാണിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയതാണ്, ഒരാൾ ചെയ്യുന്നത് കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതാണ്, ഇതൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാകുമ്പോൾ
ആ സുന്നത്തിന് അത് മുഅക്കദായ സുന്നത്തിന്റെ, പ്രബലമായ സുന്നത്തിന്റെ ഒരു തലം അതിനുണ്ടാകും എന്ന് മാത്രം. എല്ലാം സുന്നത്തുകളാകുന്നു, ഇതൊന്നും അവഗണിക്കാൻ പാടുള്ളതല്ല. പക്ഷേ നാം എത്രത്തോളം അത് ഫോളോ ചെയ്യണം? അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഫത്തഖുല്ലാഹ മസ്തത്അതും, നിങ്ങൾക്ക് സാധ്യമായ അളവിൽ നിങ്ങൾ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. എല്ലാവർക്കും ഒരേ അളവിൽ സാധിക്കുകയില്ല. ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സുന്നത്തുകളും കടുകിട വ്യത്യാസമില്ലാതെ ഫോളോ ചെയ്യുന്നവരാണ്. അത് സ്വഹാബികളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം, അതുപോലെയുള്ള ചില സ്വഹാബികളൊക്കെ നബിയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്യുന്നത് കണ്ടാൽ നാം അവരെ കുറിച്ച് ഒരു പക്ഷേ പോഴത്തക്കാരാണെന്ന് ധരിച്ചു പോകും. അല്ല, പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ അവർ കോംപ്രമൈസിന് തയ്യാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചത് അപ്പടി ഫോളോ ചെയ്യുന്നവരായിരുന്നു അവർ. അങ്ങനെ സാധിക്കുന്നവർക്ക് ആ രീതി അനുവർത്തിക്കാം. തീർച്ചയായും അവർക്കതിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവും. എന്നാൽ സാധ്യമായ രൂപത്തിൽ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക. എന്നാൽ ഒന്നിനെയും അവമതിക്കാതിരിക്കുക, ഇകഴ്ത്താതിരിക്കുക, ഒന്നിനെയും കൊച്ചാക്കി കാണിക്കാതിരിക്കുക. നമ്മുടെ കേരളം മൊത്തം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിയമസഭാ നടപടികൾക്കിടയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൊച്ചാക്കി സംസാരിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ല, പുറത്തും തെരുവോരങ്ങളിൽ മൈക്ക് കിട്ടിയാൽ നബിയുടെ സുന്നത്തിന് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തുന്നവരുണ്ട്. എപ്രകാരം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവർ കൊച്ചാക്കുന്നുവോ, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജനമധ്യത്തിൽ കൊച്ചാക്കി കാണിച്ചു തരുമാറാകട്ടെ. അവരെ അല്ലാഹു തആല കൊച്ചാക്കുന്നത് കാണാനും അത് മുഖേന സന്തോഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹു തആല അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹീനരാക്കി, നിന്ദ്യരാക്കി നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹു തആല. അപ്പൊ നബിയുടെ സുന്നത്ത് അത് സുന്നത്താണ്. എത്ര ചെറുതാവട്ടെ, എത്ര വലുതാവട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നബിയുടെ സുന്നത്ത് സാധ്യമായ രൂപത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട്, അത് വേഷത്തിലാവട്ടെ, ഭൂഷകളിലാവട്ടെ, അമലുകളിലാവട്ടെ, അങ്ങനെ നബിയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നവരെ ആ രൂപത്തിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആദരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദീനിനോടും പ്രതിബദ്ധതയുണ്ട് എന്നതിന്റെ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന്റെ അടയാളങ്ങളെ വന്ദിക്കുന്നുവോ, ആദരിക്കുന്നുവോ, അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാകുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, മനോഹരമായി നബിയുടെ സുന്നത്താണെന്ന നിലക്ക് ഒരാൾ താടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ തലപ്പാവ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒരാൾ ആ തലപ്പാവിന് ഒരു വാല് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നബിയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ താടിയുടെ പേരിൽ, ആ വെള്ള തലപ്പാവിന്റെ പേരിൽ, ആ തലപ്പാവിന്റെ വാലിന്റെ പേരിൽ അവരാദരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നബിയുടെ സുന്നത്താണ് എന്നതുകൊണ്ടാണ് അവരത് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ സമുദായത്തിൽ ഇസ്ലാമിനെ വേണ്ടി പ്രവർത്തിക്കുന്ന ചില നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രവർത്തകന്മാർ, അതിൻ്റെ നേതാക്കന്മാരിൽ ചിലർ പോലും ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും കൊച്ചാക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതായി കാണാറുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ വേഷധാരികളിൽ ചിലർ ചെയ്യുന്ന അത്യാചാരങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലാലത്തിലേക്ക് സമുദായത്തെ നയിക്കുന്നവർ ആ വേഷധാരികളിൽ ഉണ്ടായിരിക്കാം. അവരെ പറയാം, അവരോട് അസഹ്യത പ്രകടിപ്പിക്കാം, അവരെ തിരുത്താം, അവരുടെ ആ പ്രവൃത്തികൾക്കെതിരെ തീർച്ചയായും ആഞ്ഞടിക്കാം. പക്ഷേ
നബിയുടെ സുന്നത്ത് അത് എഴുത്താൻ പാടുള്ളതല്ല. ഇത് നാം വേറിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് തന്നെ നേരെ മറിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ, സ്ത്രീകളിൽ ചിലർ നിഖാബ് ധരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ, നബിയുടെ പരിശുദ്ധകളായ പെൺമക്കൾ, സഹാബ കിറാമിലെ സഹാബി വനിതകൾ, അവരൊക്കെ ഇത് ധരിക്കുന്നവരായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിഖാബ് ധരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിഖാബ് ധരിക്കുന്ന വനിതകളുണ്ട്. എന്നാൽ അവരെയും ഇകഴ്ത്തുകയും ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തിനേറെ പറയുന്നു, ഇസ്ലാമിക പ്രവർത്തകന്മാർ പോലുമുണ്ട്. എനിക്ക് പലപ്പോഴും അവരോട് എതിരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് സത്യത്തിൽ പരിശുദ്ധ ഖുർആന്റെ കൽപ്പനക്കെതിരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിമാർ, മക്കൾ, അല്ലാഹു തആല റളിയല്ലാഹു അൻഹും, അല്ലാഹു തആല അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ റിളാ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ തലമുറ അനുഷ്ഠിച്ചിരുന്ന ഒരു കർമ്മം അത് ഫോളോ ചെയ്യുന്നുവെങ്കിൽ, അതിൻ്റെ പേരിൽ നാം ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരാദരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളം. നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഭൂരിപക്ഷ പണ്ഡിതന്മാരും മുഖവും മുൻകൈയും ഒഴികെയുള്ളത് മറക്കലാണ് വാജിബ് എന്ന് മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ നിഖാബ് ധരിക്കലും വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കഴിഞ്ഞ കാലത്തുമുണ്ട്, ഇക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, തഫ്സീർ സെലക്ട് ചെയ്ത തഫീമുൽ ഖുർആൻ സയ്യിദ് അബുൽ ആല മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്സീമുൽ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ ഹിജാബിന്റെ ആയത്തൊന്ന് വായിക്കുക. നിഖാബ് ധരിക്കൽ വാജിബാണ് എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ പണ്ഡിതന്മാർ പറയുകയും നബിയുടെ കാലം തൊട്ട് മുസ്ലിം വനിതകൾ ആചരിച്ചു വരികയും ചെയ്യുന്ന ഈ നിഖാബിനെ ചോദ്യം ചെയ്യുന്നവരും, അത് ആവശ്യമില്ല, നിനക്ക് ആവശ്യമില്ലെങ്കിൽ നീ ഫോളോ ചെയ്യണ്ട. പക്ഷേ അതനുഷ്ഠിക്കുന്നവരെ ചോദ്യം ചെയ്യാനോ ഒഴികെഴുത്താനോ പാടുള്ളതല്ല. അതിൻ്റെ പേരിൽ അവരാദരിക്കാൻ സാധിക്കണം. ഇതാണ് ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളാണ് അതൊക്കെ. പരിശുദ്ധ ഖുർആനിൽ ഹജ്ജ് കർമ്മങ്ങൾ വിവരിക്കുന്ന സൂറത്തുൽ ഹജ്ജിൽ അക്കാര്യം പറഞ്ഞു. ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ബലിമൃഗങ്ങളുമായി പോകുമ്പോൾ അത് ബലിമൃഗമാണ് എന്ന അടയാളം തൂക്കിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ആ ബലിമൃഗത്തെ ആദരിക്കുന്നുവെങ്കിൽ, ആ ബലിമൃഗമാണ് എന്ന് കാണിക്കുന്ന അടയാളത്തിന്റെ പേരിൽ ആദരിക്കുന്നുവെങ്കിൽ, ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അള്ളാഹുവിനോടുള്ള ഹൃദയത്തിലെ തഖ്വയിൽപ്പെട്ടതാണ് എന്ന് ഖുർആനാ പറഞ്ഞത്. ഖുർആൻ. എന്നിട്ടല്ലേ സത്യവിശ്വാസിനികളായ വനിതകൾ നബിയുടെ കുടുംബം ഫോളോ ചെയ്തിരുന്ന ഒരു കർമ്മം ഫോളോ ചെയ്യുമ്പോൾ അതിനെ ആദരിക്കാതിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്യുക, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനുമാകുന്നു. അപ്പൊ നബിയുടെ സുന്നത്ത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞ ചെറിയ സംഗതിയല്ല. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ അത് കൂടിയേ തീരൂ. അത് കൂടാതെ കഴിയുകയില്ല. ഖുൽ നബിയെ പറയുക, അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. എന്തെന്നാണ് ഈ അഹ്ലുൽ ഖുർആൻകാർ പറയുന്നത്? ഇവിടെ ഖുർആനിലാണ് പറയുന്നത് അള്ളാഹുവിനെയും അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. റസൂലിനെ അനുസരിക്കാതെ എങ്ങനെയാണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക? അസാധ്യം, ഇംപോസിബിൾ. ഫഇൻ തവല്ലൗ,
നിങ്ങൾ ഇതിൽ നിന്നെങ്ങാനും പിന്തിരിയുകയാണെങ്കിൽ, വിമുഖരാകുകയാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, നബി അള്ളാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് എന്നൊക്കെ അംഗീകരിക്കുന്നു. പോരാ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം, നബിയെ ഇത്തിബാ ചെയ്ത് ജീവിക്കണം. ഫൈൻ തവല്ലൗ, അതിൽ നിന്ന് നിങ്ങൾ വിമുഖരാകുകയാണെങ്കിൽ ഈമാൻ കൊണ്ട് കാര്യമില്ല. ഫൈൻ അല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആധര വ്യായാമം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അൽ ഈമാനു ഖൗലുൻ വഅമൽ, ഈമാൻ എന്നാൽ ഹൃദയത്തിൽ അടിയുറച്ചതും, ഖൗലുൻ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിക്കുന്നതുമാകുന്നു. അപ്പൊ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാനുള്ളവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി അതിന് അനുരോധമായ, അതിന് അനുരൂപമായ രൂപത്തിൽ ആയിരിക്കണം. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കണം, നബി അനുസരിക്കണം. എങ്കിൽ മാത്രമേ അവന്റെ ഈമാനിന് അർത്ഥമുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. അല്ലാത്തവർ ജീവിതത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ കാഫിരീങ്ങളാകുന്നു. അത്തരക്കാരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. വളരെ ക്ലിയറാണ്. യാതൊരു വിശദീകരണത്തിനും പഴുതില്ലാത്ത വിധം അള്ളാഹു തആല ഇവിടെ വിവരിക്കുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇവിടെ മാതൃക കാണിച്ച ചില മാതൃകാ കുടുംബങ്ങളെ, ചില മാതൃകാ വ്യക്തിത്വങ്ങളെ ഇവിടെ വിവരിക്കുകയാണ്. ഇന്നല്ലാഹ അസ്തഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരെയാണ് അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? ആദം നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തിരഞ്ഞെടുത്തത്. ലോകരിൽ നിന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏതൊക്കെ രൂപത്തിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? ഒന്നാമതായി, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല മാതാവും പിതാവും ഇല്ലാതെ ആദ്യത്തെ മനുഷ്യനായി കൊണ്ട് സൃഷ്ടിച്ചു. ഇത് ആദം നബി അലൈഹിസ്സലാമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ബാക്കിയുള്ള മനുഷ്യരൊക്കെ തന്നെ മാതാപിതാക്കളിലൂടെയാണ് ഇവിടെ ജന്മം കൊണ്ടിട്ടുള്ളത്. ഇനി മാതാവില്ലാതെ ജനിച്ചവരുണ്ട്, പിതാവില്ലാതെ ജനിച്ചവരുണ്ട്. എന്നാൽ ആദം നബി അലൈഹിസ്സലാം മാതാവും പിതാവുമില്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചു. രണ്ടാമതായി അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് വിദ്യാഭ്യാസം ചെയ്യിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല എല്ലാറ്റിൻ്റെയും നാമങ്ങൾ പഠിപ്പിച്ചു, അഥവാ ആദം നബിക്ക് വിദ്യാഭ്യാസം നൽകി. അങ്ങനെ അതിന് ശേഷം മലക്കുകളെ കൊണ്ട്, ജിന്നുകളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സുജൂദ് ചെയ്യിച്ചു. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ താമസിപ്പിച്ചു. ആദം നബിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിച്ചു. ആദം നബിയുടെ തന്നെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തആല ഒരു ഇണയെ സൃഷ്ടിച്ചു നൽകി. പിന്നീട് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തേക്ക് യാത്രയയച്ചു. ആദം നബിയെ പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. ഇങ്ങനെ അല്ലാഹു അസ്തഫ ആദമ, ഒരുപാട് കാര്യങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ ലോക ജനതയിൽ നിന്ന് സവിശേഷം തിരഞ്ഞെടുത്തു. പിന്നെയോ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല ലോക ജനതയിൽ നിന്ന് സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്? ഒന്നാമതായി, നൂഹ് നബി അലൈഹിസ്സലാം അവ്വലുർ റസൂൽ ആണ്, ഒന്നാമത്തെ റസൂലാകുന്നു. റസൂൽ, നബി അഥവാ മുർസലീങ്ങൾ, അമ്പിയാക്കന്മാർ, ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട്.
ഇവരെല്ലാവരും കൂടുന്നതാണ് 1.25 ലക്ഷം. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ 1.25 ലക്ഷത്തിൽ 313 പേർ മുർസലീങ്ങളാണ്, റസൂലുകളാണ്. അമ്പിയാക്കന്മാരെക്കാൾ പദവിയുള്ളവരാകുന്നു റസൂലുകൾ. ഏതൊക്കെ രൂപത്തിലാണ് ആ പദവികൾ ഉണ്ടാകുന്നത്? അത് പണ്ഡിതന്മാർ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അമ്പിയാക്കന്മാർക്ക് വേദം അവതരിക്കുകയില്ല, മുർസലീങ്ങൾക്കാണ് വേദം അവതരിപ്പിക്കപ്പെടുക. മറ്റൊന്ന്, ശരീഅത്ത്. അമ്പിയാക്കന്മാർ മുൻകഴിഞ്ഞ മുർസലീങ്ങളുടെ ശരീഅത്ത് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അമ്പിയാക്കന്മാർക്ക് പ്രത്യേകമായി ശരീഅത്തുകൾ നൽകപ്പെടുകയില്ല. എന്നാൽ മുർസലീങ്ങൾക്ക് പ്രത്യേകമായി ശരീഅത്തുകൾ നൽകപ്പെടും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകൾ മുർസലീങ്ങളും അമ്പിയാക്കന്മാരും തമ്മിലുണ്ട്. എല്ലാ മുർസലീങ്ങളും അമ്പിയാക്കന്മാരാണ്, എന്നാൽ എല്ലാ അമ്പിയാക്കന്മാരും മുർസലീങ്ങളല്ല. 313 പേരാണ് മുർസലീങ്ങൾ. അതിലാദ്യത്തെ റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ അവ്വലുർ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം ആകുന്നു. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി നൽകിയ ഒരു ബഹുമതിയാകുന്നു, നൂഹ് നബി അലൈഹിസ്സലാം വന്നപ്പോഴേക്ക് ആദം നബിയുടെ കാലശേഷമുള്ള ജനത ഒരുപാട് വഴികേടുകൾക്ക് വിധേയരായിരുന്നു. അവരൊക്കെ മുശ്രിക്കുകളായി തീർന്നിട്ടുണ്ടായിരുന്നു. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു അവർ. ആ വിഗ്രഹാരാധനയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരെ ദഅവത്ത് ചെയ്തു. 950 വർഷക്കാലം നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തുവെങ്കിലും അവരിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കിയുള്ളൂ. സ്വന്തം ഭാര്യയും ഒരു മകനും പോലും ഈ ശത്രുപക്ഷത്ത് കാഫിറുകളുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ സത്യവിശ്വാസികളെ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തി. അപ്രകാരം തന്നെ മറ്റു പ്രവാചകന്മാർക്കില്ലാത്ത, മറ്റു ജനങ്ങൾക്കില്ലാത്ത ആയുർദൈർഘ്യം നൽകി നൂഹ് നബി അലൈഹിസ്സലാം അമിനെ അല്ലാഹു തആല അനുഗ്രഹിച്ചു. അതും നൂഹ് നബി അലൈഹിസ്സലാമിനെ ആദമ വ നൂഹൻ, നൂഹ് നബിയെയും അല്ലാഹു തആല സവിശേഷമായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ അതുകൂടി ഉൾക്കൊള്ളുന്നുണ്ട്. 950 വർഷക്കാലം ദഅവത്ത് നടത്തുക മാത്രം ചെയ്തിട്ടുണ്ട് നുബുവത്തിന് ശേഷം. നുബുവത്തിന് മുൻപുള്ള കാലഘട്ടം വേറെയും. അപ്പോൾ 1000-ലധികം വർഷം നൂഹ് നബി അലൈഹി സ്വലാം ജീവിക്കുകയുണ്ടായി. അങ്ങനെ ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് അപരാധി ബോധിപ്പിക്കുകയും കപ്പലുണ്ടാക്കാൻ കൽപ്പിക്കുകയും ഒരു വലിയ പ്രളയത്തിലൂടെ എല്ലാവരെയും നശിപ്പിച്ചു. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയ സത്യവിശ്വാസികൾ മാത്രമാണ് ബാക്കിയായത്. അവരുടെ പിന്മുറക്കാരാകുന്നു ലോകത്തെ പിന്നീടുള്ള ജനതതികൾ. ഇതൊക്കെ മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത പ്രത്യേകമായ നൂഹ് നബിക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ബഹുമതികളിൽ പെട്ടതാണ്. അങ്ങനെ നൂഹ് നബിയെയും അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ഇബ്രാഹിം കുടുംബത്തെയും അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സവിശേഷതകൾ നാം കൂടുതൽ വിവരിക്കേണ്ടതില്ല, അത് നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ 2 മക്കൾ ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, ആ 2 മക്കളുടെ പിന്മുറക്കാരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട 25 പ്രവാചകന്മാരിൽ ഏറിയ പങ്കും ഈ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരിൽ വന്നിട്ടുള്ളവരാകുന്നു. അപ്രകാരം തന്നെ ലോകത്ത് ഹജ്ജിന് തുടക്കം കുറിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകുന്നു. അപ്രകാരം തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഇവിടെ വിവരിക്കേണ്ടതല്ല, എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തെയും അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തു. ഇമ്രാൻ കുടുംബത്തെയും അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്കാകുന്നു ഈ സൂറത്തിന്റെ പേരായി
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്താകുന്നു ആലു ഇമ്രാൻ. ഈ സൂറത്തിൻ്റെ പേര് ആലു ഇമ്രാൻ. ഇമ്രാൻ കുടുംബം എന്നായത് ഈ പദത്തിൽ നിന്നുള്ളതാണ്. ഏതാണ് ഈ ആലു ഇമ്രാൻ? മറിയം ബീവിയുടെ കുടുംബത്തിൻ്റെ പേരാകുന്നു. മറിയം ബീവിയുടെ പിതാവ് ഇമ്രാൻ എന്നായിരുന്നു അവരുടെ പേര്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേരും ഇമ്രാൻ എന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ മറിയം ബീവിയുടെ പിതാവ് ആ ഇമ്രാൻ കുടുംബത്തെ അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. കാരണം ആ കുടുംബത്തിലാണ് മറിയം ബീവി ജനിക്കുന്നത്. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നത് ആ കുടുംബത്തിലാണ്. ഇങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനമാകട്ടെ പ്രത്യേകമായ ഒരു മുഅ്ജിസത്തിലൂടെയാണ് ഉണ്ടായത്. ഈവൻ മറിയം ബീവിയുടെ ജീവിതം പോലും പ്രത്യേകമായ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്നവയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ബഹുമതികളാൽ അല്ലാഹു തആല ലോക ജനതയിൽ നിന്ന് സവിശേഷം തിരഞ്ഞെടുത്ത ഒരു കുടുംബമാകുന്നു ആലു ഇമ്രാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അലൽ ആലമീൻ, ലോകരിൽ നിന്ന് ഇവരെ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅദ്. ഇവരൊക്കെ തന്നെയും ഒരു ജനതയുടെ, ഒരു തലമുറയുടെ പിന്മുറക്കാരായി വന്നിട്ടുള്ളവരാകുന്നു. ആദം നബിയുടെ പിന്മുറക്കാരനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പിന്മുറക്കാരാകുന്നു ഇബ്രാഹിം നബിയും അതിനുശേഷമുള്ള പ്രവാചകന്മാരുമൊക്കെ. ഈ പറഞ്ഞ ആലു ഇമ്രാനും അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് ഇമ്രാനിൻ്റെ പരമ്പരയിലാണ് അവർ വന്നിട്ടുള്ളത്. അങ്ങനെ പരസ്പരം ബന്ധിതമായ, പരസ്പരമുള്ള തലമുറകളാകുന്നു ഇവരെ അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദുർരിയ്യതൻ ബഅ്ദുഹാ മിൻ ബഅദ് വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അങ്ങേ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. ഇതിവിടെ പറയുന്നതിൽ പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്നു, ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു, ചില പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നു. പ്രവാചകന്മാരിൽ നിന്ന് തന്നെ മുർസലീങ്ങൾ ഉണ്ടാകുന്നു, മുർസലീങ്ങളിൽ നിന്ന് തന്നെ ഉലുൽ അസ്മുകൾ ഉണ്ടായിത്തീരുന്നു. ഇതൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഹത്തായ ധർമ്മങ്ങളും ദൗത്യങ്ങളും ഏൽപ്പിക്കപ്പെടാൻ അർഹരാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തിൻ്റെയും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വക അനുഗ്രഹങ്ങൾ ആർക്കെങ്കിലും ലഭിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അസൂയ കാണിച്ചിട്ട് കാര്യമില്ല. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിൽ നിന്ന് നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള ഖുറൈശി പ്രമാണിമാരും തായിഫിലുള്ള പ്രമാണിമാരൊക്കെ അതിൽ ഹസദ് വെച്ചു, തങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല. അറബികളെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു, എന്തുകൊണ്ട് ഈ അറബികൾക്ക് അത് കിട്ടി, തങ്ങളാണ് അതിനർഹർ. അല്ലാഹു തആല പറയുന്നു, ആരാണ് അർഹർ, ആരാണ് അനർഹർ, ആരാണ് യോഗ്യർ, ആരാണ് അയോഗ്യർ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായി അറിയാം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രേഷ്ഠതകൾ നൽകുന്നത്, ഈ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. അവർ ഗർഭം ധരിച്ചു. ആ ഗർഭം ധരിച്ചപ്പോൾ അവർ നേർച്ച നേർന്നു. ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എൻ്റെ ഗർഭാശയത്തിലുള്ള ഈ കുഞ്ഞിനെ നിന്റെ ദീനിന് വേണ്ടി നിന്റെ പരിശുദ്ധ ഭവനത്തിൽ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ ഖിബലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ വേദിയും ലോകത്ത് പുണ്യം ഉപയോഗിച്ചുകൊണ്ട് തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നുമായ മസ്ജിദുൽ അഖ്സയുടെ സമീപത്താണ് ഈ പറഞ്ഞവരൊക്കെ തന്നെ ജീവിച്ചത്. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട നാട് ഈ ഫലസ്തീൻ ആകുന്നു. ഇന്ന് ഈ ക്രൂരമായ കുരുതി നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ആ മസ്ജിദുൽ അഖ്സയിൽ
എൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആ പള്ളിയുടെ സേവനത്തിന്, അവിടെ ഇബാദത്തുകളിൽ നിമഗ്നരാവാൻ വേണ്ടി, അവിടെ ഇമാമത്ത് നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഇതാ നേർച്ച നേർന്നിരിക്കുന്നു. ഫലമ്മാ വദഅത്ഹാ മാ ഫീ ബത്നി ഫതഖബ്ബൽ മിന്നി, എൻ്റെ ഈ നേർച്ച നീ സ്വീകരിക്കുമാറാകണമേ. ഇന്നക അൻത സമീഉൽ അലീം, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഫലമ്മാ വദഅത്ഹാ, അങ്ങനെ അവർ പ്രസവിച്ചപ്പോൾ, ഖാലത്ത്, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞു, റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ, നാഥ ഞാൻ പ്രസവിച്ചത് പെൺകുട്ടിയാണല്ലോ. ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് സേവനത്തിന് വേണ്ടി നേർച്ച നേരുമ്പോൾ അവരുടെ പ്രതീക്ഷ അഥവാ അവരുടെ ആഗ്രഹം അത് ആൺകുട്ടിയാവണം, ആൺകുട്ടിയായിരിക്കും എന്നാണ്. കാരണം പള്ളിയിലെ സേവനത്തിന് പുരുഷന്മാരാണല്ലോ ഉണ്ടാകുക, അവർക്കാണല്ലോ അത് സാധിക്കുക. അതുപോലെ തന്നെ പള്ളിയുടെ സേവനം മാത്രമല്ല, ദീനിന് വേണ്ടി ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്താൻ, വേണ്ടി വന്നാൽ ജിഹാദ് ചെയ്യാൻ, യുദ്ധത്തിലേർപ്പെടാൻ, ഈ ദീനിനെ വിജയിപ്പിക്കാൻ, ഇതിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കാൻ സാധിക്കുക പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ദീനിന് സേവനം ചെയ്യാൻ ഒരു ആൺകുട്ടിയെ ലഭിക്കണം, ആൺകുട്ടിയായിരിക്കും എന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ. എക്കാലത്തും, നമ്മുടെ ഈ കാലത്തും ദമ്പതികളൊക്കെ തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആദ്യത്തെ കുഞ്ഞാകുമ്പോൾ അത് ആൺകുട്ടിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു സിനിമാ പാട്ട് പോലുണ്ടല്ലോ, ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പലപ്പോഴും നമ്മൾ ധരിക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ സ്ത്രീധന സമ്പ്രദായം കാരണമാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഇവിടെ ഉണ്ടായിത്തീർന്നത് എന്നാണ്, നമ്മുടെ ഇന്ത്യയിലെ. എന്നാൽ ഇത് ഇന്ത്യയിലെ മാത്രം കാര്യമല്ല, ലോകാടിസ്ഥാനത്തിൽ എക്കാലത്തും അങ്ങനെയായിരുന്നു മനുഷ്യരുടെ പ്രകൃതി. അതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും ഒരു ആൺകുട്ടിയായിരിക്കുക എന്ന ആഗ്രഹം എക്കാലത്തുമുള്ളതാണ്. ഈ ഇമ്രാന്റെ ഭാര്യയും അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പെൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ ഇന്നി വദഅതുഹാ ഉൻസ, ഞാൻ പെൺകുട്ടിയെയാണല്ലോ പ്രസവിച്ചത്. വല്ലാഹു അഅലമു ബിമാ വദഅത്, അവരെന്താണ് പ്രസവിച്ചതെന്ന് അല്ലാഹു തആലക്ക് ഏറ്റവും നന്നായി അറിയാം. വലൈസ ദക്കറു കൽ ഉൻസ, ആൺകുട്ടി പെൺകുട്ടിയെ പോലെയല്ല, അല്ല. രണ്ടുപേർക്കും രണ്ട് ദൗത്യമാണുള്ളത്. രണ്ട് കൂട്ടർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള ചുമതലകൾ, ധർമ്മങ്ങൾ വെവ്വേറെയാകുന്നു. അത് സ്ത്രീകളുടെ ധർമ്മം പുരുഷന്മാർക്ക് നിർവഹിക്കാൻ സാധ്യമല്ല. പുരുഷന്മാരുടെ പല ധർമ്മങ്ങളും സ്ത്രീകൾക്കും നിർവഹിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ആണും പെണ്ണും ഒരുപോലെയല്ല. വഇന്നി സമ്മൈതുഹാ മറിയം, നാം ഈ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ഇത് മറിയം ബീവി പറഞ്ഞതാണെന്നും അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പേരിട്ടത് എന്നുമൊക്കെ തഫ്സീറുകളിൽ കാണാം. ഏതായാലും മറിയം ബീവി പറഞ്ഞതായിട്ടാണ് നാം ഇവിടെ ഉദ്ധരിക്കുന്നത്. വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ഈ കുട്ടിയിൽ നിന്നും ആ കുട്ടിയുടെ സന്തതികളിൽ നിന്നും പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, ഷർറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അഥവാ ഈ കുട്ടിയുടെ സന്തതികൾ, അവർക്കൊന്നും പൈശാചിക ബാധ ഏൽക്കാതെ, പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വശംവദരാവാതെ ജീവിക്കാൻ നീ ഉദവി നൽകണമേ എന്ന് ആ മറിയം ബീവി അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്. ഇവിടെ ഇമാം ഇബ്നു കസീർ കുഞ്ഞ് ജനിച്ചാൽ ഉള്ള ഇസ്ലാമികമായ മുറകളെ കുറിച്ചൊക്കെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇവിടെ വിവരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല. 100 ആയത്തുകൾ ആണ് നമ്മുടെ മത്സരഭാഗം. എന്നാലും 1-2 സംഗതികൾ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാകുന്നു, സുന്നത്താകുന്നു.
അതുപോലെ തന്നെ കുഞ്ഞ് ജനിച്ചാൽ 7-ാം ദിവസം അഖീഖത്ത് അറുക്കുകയും, അത് ഒട്ടകമാവാം, ഒരു മാടുവർഗത്തിൽപ്പെട്ടതാവാം, അല്ലെങ്കിൽ ആടാകാം. അഖീഖത്ത് അറുക്കുകയും അങ്ങനെ അതിൽ നിന്ന് കുടുംബത്തിന് കുടുംബാംഗങ്ങളെ വിളിച്ചുകൊണ്ട് സദ്യ നൽകുകയും അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രബലമായ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഈ കുഞ്ഞ് ജനിച്ച് 7-ാം ദിവസമാണ് ഏറ്റവും നല്ലത്. അന്നേ ദിവസം കുട്ടിയുടെ മുടി കളയുകയും ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യലും സുന്നത്താകുന്നു. ഇതൊക്കെ ഒരു കുഞ്ഞിനെ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന, ശുക്ർ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അന്നേ ദിവസം, ആ അഖീഖത്തിന്റെ ദിവസമാണ് കുഞ്ഞിന് പേര് ഇടേണ്ടത്. ഇതൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ വിവരിച്ചതായി കാണാൻ സാധിക്കും. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ നേർച്ച സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസനിൻ, ഏറ്റവും നല്ല നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. അമൽ ചെയ്യുക, നേർച്ച നേരുക, ഇബാദത്തുകൾ അനുഷ്ഠിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഗതിയാണ്. എന്നാൽ ഇതെല്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരുക, അത് മഖ്ബൂലും മബ്റൂറുമാകുക എന്ന ഒരു സംഗതിയുണ്ട്. അതില്ലാതിരുന്നാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുന്നു. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കുക. അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടി, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹു തആല കൽപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയൊക്കെ ആയിരിക്കണം അമൽ ചെയ്യുന്നത്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹു തആല അമലുകൾ സ്വീകരിക്കുക. അപ്പൊ ഈ മറിയം ബീവിയുടെ മാതാവ് അങ്ങേയറ്റത്തെ തഖ്വയോട് കൂടിയാണ് ഇത് നേർച്ച നേർന്നത്. തഖ്വയോട് കൂടിയാണ് ആ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തത്. അതുകൊണ്ട് ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ, അല്ലാഹു തആല വളരെ നല്ല നിലയിൽ ആ നേർച്ച അവരിൽ നിന്ന് സ്വീകരിച്ചു. നമ്മുടെ എല്ലാം കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ എല്ലാ പാകപ്പിഴവുകളും പോക്കിക്കളഞ്ഞുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅൻബതഹാ നബാതൻ ഹസനാ, ആ കുഞ്ഞിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു കുഞ്ഞായി വളർത്തി. കണ്ടോ, ദുആയുടെ ഫലമാണ്. ഈ കുഞ്ഞിനെ, ആ കുഞ്ഞിന്റെ സന്തതികളെ പൈശാചിക ബാധയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമേ എന്ന് മാതാവ് ദുആ ചെയ്തു. മാതാപിതാക്കന്മാരുടെ ദുആ മുസ്തജാബാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അത് തട്ടൂല. പ്രത്യേകിച്ച് മാതാവിന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളായി തീരാൻ വേണ്ടി, അവർ വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി, അവർ നേരായ മാർഗത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സ്വാലിഹീങ്ങളാവാൻ വേണ്ടിയുള്ള ശിക്ഷണശീലനങ്ങൾ അവർക്ക് നൽകുകയും വേണം. അവർക്ക് പരിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വളരെ ബദ്ധശ്രദ്ധരാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചൊക്കെ കാത്തിരിക്കും നമ്മൾ. എത്ര ധനം അതിന്റെ പേരിൽ ചെലവഴിക്കേണ്ടി വന്നാലും നമുക്കൊരു കൂസലുമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അതിനു വേണ്ടി ഒരു 10 ദീനാർ, 1000 രൂപ ചെലവഴിക്കുന്ന വിഷയത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഒന്ന് ചോദിച്ച് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക.
അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം? ദുനിയാവിനേക്കാൾ മുൻഗണന ആഖിറത്തിനായിരിക്കണം. ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ പരിഗണന ദീനി വിദ്യാഭ്യാസത്തിനായിരിക്കണം. ദുന്യവിയായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം ചെലവഴിക്കാനുള്ള സന്നദ്ധത, ചെലവഴിക്കേണ്ടതില്ല, അതിനുള്ള സന്നദ്ധത ദീനീ വിജ്ഞാനം, അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുന്ന വിഷയത്തിൽ ചെലവഴിക്കുന്നതിനായിരിക്കണം. അങ്ങനെ ആണ് എന്നാണോ ആത്മപരിശോധനയിൽ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് ബോധ്യം വരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക. അല്ല മറിച്ചാണെങ്കിൽ ഞാൻ പറയുന്നു, ദീനിനെ സ്നേഹിക്കുകയും ദീൻ പഠിക്കാൻ സന്നദ്ധത കാണിക്കുകയും ഈ സുബഹി നമസ്കാരത്തിന് ശേഷം മണിക്കൂറുകളോളം ഈ പരിശുദ്ധ ഖുർആന്റെ ആശയം പഠിക്കാനും അതോതി പഠിക്കാനും ഒക്കെ ചെലവഴിക്കുന്ന ആളുകളുടെ കാര്യം മാത്രം പരിഗണിച്ചാൽ അവരിൽ ഭൂരിപക്ഷവും ഈ ദുനിയാവിനാണോ ആഖിറത്തിനാണോ കുട്ടികളുടെ വിഷയത്തിൽ മുൻഗണന നൽകുന്നത്, പരിഗണന നൽകുന്നത് എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷവും ആണ് ദീനിനാണ്, ഖുർആനിനാണ്, ആഖിറത്തിനാണ്, അതിൻ്റെ വിഷയത്തിൽ ധനം ചെലവഴിക്കുന്നതിനാണ് കൂടുതൽ സന്നദ്ധതയുള്ളത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? സ്വയം പരിശോധിക്കേണ്ടതാണ്. എന്നാൽ സലഫുസ്വാലിഹീങ്ങൾ, പ്രവാചകന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ മാർഗം ഫോളോ ചെയ്തിരുന്നവർ, അവർ മുൻഗണന നൽകിയത്, പരിഗണന നൽകിയത് അതിനായിരുന്നു. അവർ പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോകണമെങ്കിൽ, അവരോടൊപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹ ഭവനമായ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ സന്നദ്ധതയുടെ വിഷയത്തിലെങ്കിലും നാം അവരോടൊപ്പം നിൽക്കണം. അമലിൻ്റെ വിഷയത്തിൽ നമുക്കതിന് സാധിച്ചില്ലെങ്കിൽ പോലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മറിയം ബീവിയുടെ മാതാവിൽ നിന്ന് അത് സ്വീകരിച്ചു, അവരെ സ്വാലിഹാക്കി വളർത്തി. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി ആക്കി തീർക്കുമാറാകട്ടെ. എന്നിട്ടോ വകഫലഹാ സക്കരിയ, അവരുടെ സംരക്ഷണം, അവരുടെ പരിരക്ഷണം സക്കരിയ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചു. എന്താണ് ഈ പരിരക്ഷണത്തിൻ്റെ പ്രസക്തി? ഈ കുഞ്ഞിനെ നേർച്ച നേർന്നിരിക്കുകയാണ്. നേർച്ചയിൽ നിന്ന് പിറകോട്ട് പോകാൻ സാധിക്കുകയില്ല. നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിറവടിയാക്കിയിരിക്കണം. നേർച്ച നിറവേറ്റുക എന്നത് പുണ്യവാന്മാരുടെ മഹത്തായ ഒരു കർമ്മമായി പരിശുദ്ധ ഖുർആനിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. യൂഫൂന ബിന്നദിരി, ഈ സ്വർഗത്തിൽ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പുണ്യവാന്മാർ യൂഫൂന ബിന്നദിർ, അവർ തങ്ങളുടെ നേർച്ചകൾ നിറവടിയാക്കുന്നവരാകുന്നു, പൂർത്തിയാക്കുന്നവരാകുന്നു. നേർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വലിയ പുണ്യകർമ്മമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് നേർച്ച. പക്ഷെ ഖുർആനിൽ പറഞ്ഞ നേർച്ചയും ഈ മറിയം ബീവിയുടെ മാതാവ് നേർന്ന നേർച്ച, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ വേറെയും നേർച്ചയെക്കുറിച്ച് പരാമർശമുണ്ട്. ആ നേർച്ചയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നേർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. എത്രയോ പേര് ഈ റിയാദ് സ്വാലിഹീൻ നിന്ന് പിന്നെ എനിക്ക് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട് നേർച്ചയെക്കുറിച്ച്. പെണ്ണുങ്ങളാണ് അതിന് മുന്നിൽ. ഖുർആനിലും ഈ നേർച്ചയുടെ കാര്യം പറഞ്ഞെടുത്ത് നേർച്ച നേർന്നതിൽ പെണ്ണുങ്ങളാണ്. ഇവിടെ ഇപ്പം മറിയം ബീവിയുടെ ഉമ്മയാണല്ലോ. ഇനി വേറെ ഒന്നും ഒരു വനിത തന്നെയാണ്. അതിലേക്ക് ഇപ്പം നമ്മൾ കിടക്കുന്നില്ല. ഇക്കാലത്തും ഈ നേർച്ചയുടെ വിഷയത്തിൽ പെണ്ണുങ്ങളാണ് മുന്നിൽ എന്ന് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് അന്വേഷിച്ചതും പെണ്ണുങ്ങൾ തന്നെയാണ്. നേർച്ച എന്നാൽ അതിന് ഹദീസിൻ്റെ ഷറഹിൽ, ഈ തഫ്സീറിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരു ഐച്ഛികമായ സുന്നത്തായ പുണ്യകർമ്മം. അത് ഞാൻ നിർവഹിക്കുമെന്ന് ഒരാൾ പ്രതിജ്ഞ ചെയ്യുന്നു, ഒരാൾ അത് നിർവഹിക്കുമെന്ന് പറയുന്നു. അതാണ് നേർച്ച. ഇപ്പം ഉംറ ചെയ്യൽ ഒരു പുണ്യകർമ്മമാണ്, സുന്നത്തായ കർമ്മമാണ്.
ഹജ്ജിനോടുകൂടെയുള്ള ഉംറ അത് നിർബന്ധമായതാണ്. അതല്ലാത്ത ഒന്നുകിൽ ഹജ്ജ് ഫർളായിട്ടില്ലാത്ത ആൾ, അല്ലെങ്കിൽ ഫർളായ ആൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ ഒരു ഉംറ ചെയ്യാൻ വേണ്ടി നേർച്ച നേർന്നു. ആ ചെയ്യുന്നതിൻ്റെ മുമ്പ്, നേർച്ച നേരുന്നതിന് മുമ്പ് അത് സുന്നത്താണ്. എന്നാൽ നേർച്ച നേർന്നാൽ അത് ഫർളായി കഴിഞ്ഞു. ഞാൻ ഒരു ഖത്തം, പരിശുദ്ധ ഖുർആൻ ഒരു ഖത്തം പാരായണം ചെയ്യും എന്നൊരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായി. ഞാൻ ഇന്ന ഒരു 10 യത്തീമക്കൾക്ക് വസ്ത്രം നൽകും, ആ നേർച്ച നേർന്നതിന് മുൻപ് അത് സുന്നത്തായിരുന്നു. നേർച്ച നേർന്നാൽ അത് നിർബന്ധമായി. ഇതിനാണ് നേർച്ച എന്ന് പറയുക. അങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് നേർച്ചയാകുന്നു. പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അത് നിർവഹിക്കൽ നിർബന്ധമായി തീരുന്നു. അതിന് വലിയ പുണ്യമുണ്ട്. അങ്ങനെ നേർച്ചകൾ നിറവടിയാക്കുന്ന പുണ്യവാന്മാർ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു തആല ഒരുക്കിയ അനുഗ്രഹങ്ങൾ സൂറത്തുൽ ഇൻസാനിൽ വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള നേർച്ച എന്താണ്? ഈ നേർച്ചയേ അല്ല. നമ്മുടെ നാട്ടില് നേർച്ച എന്താന്ന് വെച്ചാല്, പഠിച്ചോനെ എൻ്റെ കുട്ടി എൻട്രൻസ് എക്സാം എഴുതാൻ പോവാണ്, ഓന് എൻട്രൻസിൽ മെറിറ്റ് സീറ്റ് കിട്ടിയാൽ, അത് മെഡിസിൻ ആവാം, എൻജിനീയറിങ്ങിനാവാം, അല്ലെങ്കിൽ വേറെന്തിന് കിട്ടിയാൽ ഞാൻ ഇത്ര എത്തീമക്കൾക്ക് ഭക്ഷണം നൽകും, അതല്ലെങ്കിൽ ഞാൻ ഇത്ര റുപ്യ ദാനം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഓനെയും കൊണ്ടൊന്ന് ഉംറക്ക് പോകും, അല്ലെങ്കിൽ ആ കുട്ടിയെയും കൊണ്ട്, പെൺകുട്ടിയെയും കൊണ്ട് ഉംറക്ക് പോകും. ഇതാണ് നമ്മളെ നാട്ടിലെ നേർച്ച. ഈ നേർച്ച ഖുർആനിൽ ഇല്ല. പഠിച്ചോനെ നീ എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ നിനക്ക് ഇന്നത് തരാം. ഇതാണ് ഇപ്പൊ നമ്മളെ നാട്ടിലെ നേർച്ച. ഈ നേർച്ച പരിശുദ്ധ ഖുർആനിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല, സ്വഹാബ കിറാം നിർവഹിച്ചിട്ടില്ല. ഇവിടെ നോക്കൂ, ഇവിടെ യാതൊരു കണ്ടീഷനും ഇല്ല. ഇവിടെ മറിയം ബീവിയുടെ മാതാവ് റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, നാഥാ എൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ നിന്റെ പരിശുദ്ധ ഭവനത്തിൽ ഖിദ്മത്തിന് വേണ്ടി ഞാൻ നേർന്നിരിക്കുന്നു, അതിന് പകരം എനിക്ക് ഇന്നത് തരണം. ഇല്ല, ആ പരിപാടിയില്ല. അത് സ്വാർത്ഥതയാണ്, സങ്കുചിതത്വമാണ്. അങ്ങനെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ, സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമായ നേർച്ച ഇസ്ലാം കാണിച്ചിട്ടില്ല. എന്നാൽ നമ്മളെ നാട്ടിൽ നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇവിടെയുള്ള പല പണ്ഡിത വേഷധാരികളും അതിനെ അനുകൂലിക്കുന്നു. ആ വിഷയത്തിൽ എനിക്ക് ഈ കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ, ഇവിടെ അല്ലാഹു തആല പറഞ്ഞ ഫത്തബിഊനി എന്ന് പറഞ്ഞില്ലേ, എന്നെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞ നബിയുടെ സുന്നത്ത്, ഇത് രണ്ടും ഫോളോ ചെയ്തുകൊണ്ട് ജീവിച്ച് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയ സ്വഹാബ കിറാം, അവർ എന്തൊരു നേർച്ചയാണോ നേർന്നത്, എന്തൊരു നേർച്ചയാണോ അവർ നിറവടിയാക്കിയത്, അത് അപ്രകാരം പറയുന്ന, ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ക്ലാസുകൾ എടുക്കുന്ന, പ്രസംഗിക്കുന്ന, മാതൃക കാണിക്കുന്നവരെ മാത്രമേ നിങ്ങൾ അനുസരിക്കാവൂ, അവരെ മാത്രമേ ഫോളോ ചെയ്യാവൂ. അങ്ങനെയുള്ളവരുടെ ദർസുകളും പ്രസംഗങ്ങളും മാത്രമേ നിങ്ങൾ കേൾക്കാവൂ. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഞാൻ മലയാളികളുടെ പ്രസംഗങ്ങളും ദർസുകളും കേൾക്കാറില്ല. അത് ഇപ്പോഴെന്നല്ല, ഒരു 10-25 കൊല്ലമായിട്ട് ആ പരിപാടി ഏർപ്പാട് ചെയ്യാൻ നിർത്തിയതാ. അപൂർവം ചില പണ്ഡിതന്മാരുടേത് മാത്രം കേൾക്കും. കാരണം എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്, അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ ഏറിയ പങ്കും കേൾക്കാറുള്ളത്, എല്ലാ ദിവസവും കേൾക്കാറുള്ളത് അറബി പണ്ഡിതന്മാരുടെ ദർസുകൾ മാത്രമാണ്. പ്രത്യേകിച്ച് ജസീറത്തുൽ അറബിയിലുള്ള, ജസീറത്തുൽ അറബ് എന്ന് പറയുമ്പോൾ കുവൈത്ത്, സൗദി അറേബ്യ, ഖത്തർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ അറബി ഖുതുബകൾ, കുവൈത്തിൽ 10-16 പള്ളികളിൽ മലയാളത്തിൽ ഖുതുബ നടക്കാറുണ്ടായിരുന്നു. അതാ തുടങ്ങിയ 1992 കാലത്ത് ഞാൻ ഏതാനും ഖുതുബക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ അറബികളുടെ ഖുതുബക്ക് മാത്രമേ പോകാറുള്ളൂ. കാരണം അതിൽ ഉദ്ധരിക്കുന്നത് ഖുർആനായത്തായിരിക്കും, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായിരിക്കും, അതിൻ്റെ വിശദീകരണമായിരിക്കും. എനിക്ക്
സഹോദര ബുദ്ധിയ ദീൻ ഇസ്ലാമിന്റെ പേരിൽ പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് അതിൽ കോംപ്രമൈസ് ചെയ്യാതെ, അതിലേറ്റക്കുറവുകളില്ലാതെ പറയുകയും പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ ദർസുകൾ മാത്രമേ നിങ്ങൾ കേൾക്കാറൂ. അങ്ങനെയുള്ളവരുടെ ഗ്രന്ഥങ്ങൾ മാത്രമേ നിങ്ങൾ വായിക്കാവൂ. അതിനിവിടെ കക്ഷി പക്ഷഭേദമൊന്നുമില്ല. അത് സുന്നിയോ മുജാഹിദോ ജമാഅത്തോ ഏതോ ആവട്ടെ, ഞാനത് നോക്കാറില്ല. പക്ഷേ നമ്മുടെ സമുദായത്തിലെ ഒരു വിഭാഗമുണ്ട്, അവരുടേത് വായിക്കുകയും ചെയ്യരുത്, കേൾക്കുകയും ചെയ്യരുത്. കാരണം മൊത്തം സമുദായത്തെ വലാലത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണവർ. ഈ അടുത്ത കാലത്ത് പോലും മുസ്ലിങ്ങൾ അങ്ങേയറ്റത്തെ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അവരുടെ പേരുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവരെ പൗരത്വമില്ലാത്തവരായി അയൽ രാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കേവലം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ആളുടെ പ്രസ്താവന ഞാൻ കേൾക്കുകയുണ്ടായി. ഇവിടുത്തെ മീഡിയകൾ, ചാനലുകൾ പുറത്തുവിട്ടത് എന്താണ്? മുസ്ലിം ആയതിൻ്റെ പേരിൽ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് ആരും പുറത്താക്കപ്പെടുകയില്ല. ഇവിടെ കൊണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ബീഹാറിൽ ലക്ഷോപലക്ഷം മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഇത് പറയുന്നത്. എന്തിനാണ് അയാൾ പറയുന്നത്? അയാൾ ഈയിടെ ഒരു സബുൽ മൂബിഖാത്ത് നിർവഹിച്ച ഒരു ഘാതകിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. മനുഷ്യജീവനോടുള്ള ആദരവിന്റെ പേരിലാണെന്നാണ് അവകാശപ്പെട്ടത്. നേർക്ക് നേരെ അയാൾ. എന്താണ് യഥാർത്ഥ കാരണം എന്നറിയാവോ? ഇപ്പൊ മുസ്ലിം ആയതിന്റെ പേരിൽ ഇവിടെ നിന്ന് ആരും ഇറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്, ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ചിലത് നേടിയെടുക്കാൻ വേണ്ടിയാണ്. അമിത് ഷായുടെ ഓഫീസിൽ മാസങ്ങൾക്ക് മുൻപ് അയാൾ പോയി. അയാളുടെ മകനും ഉണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അയാൾ പറഞ്ഞ വർത്തമാനം എന്താണെന്ന് അറിയോ? ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ആർക്ക് തടസ്സമില്ല? ഇവിടെ കേരളത്തിൽ ഉത്തരവാദപ്പെട്ട ഇസ്ലാമിക സംഘടനകൾ, ട്രസ്റ്റുകൾ, അവരുടെ എല്ലാം വിദേശത്ത് നിന്ന് പള്ളി മദ്രസകൾ നടത്താനും ഇവിടെയുള്ള യതീമക്കളെ സംരക്ഷിക്കാനും ഒക്കെയുള്ള ഫണ്ടുകൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, പിടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. അതാ ഇയാൾ പറയുന്നത്. ഇതിനാണ് ഇയാൾ അവിടെ പോയത്. ഇതിനാണ് ഇതിനു മുമ്പ് ഇവിടുത്തെ പ്രധാനമന്ത്രി സൂഫി സമ്മേളനം വിളിച്ച ബോഡി പോയത്. ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളവരുടേത് കക്ഷിപക്ഷം നോക്കാതെ, എന്നാൽ അവരിൽ എല്ലാവരും ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സംഘടന അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമാണ് എന്ന് ഞാൻ പറയില്ല. അതിലെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് എന്ന് ഞാൻ പറയില്ല. ഈ ഒരു ഗ്രൂപ്പ് ഒഴിച്ചാൽ ബാക്കി എല്ലാറ്റിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് സംസാരിക്കുകയും ഖുത്ബ നിർവഹിക്കുകയും എഴുതുകയും ഗ്രന്ഥരചന നടത്തുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാൻ അതൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രസംഗം കേൾക്കാറില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം അതിനേക്കാൾ മെൻഫായത്ത് ഒരു അറബി പ്രസംഗം 15 മിനിറ്റ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ മലയാളത്തിൽ ഒരാൾ പ്രസംഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് എടുക്കും. അത്രേ സാധിക്കും. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് കിട്ടുന്നതിന് ഞാൻ എന്തിന് 45 മിനിറ്റ് ചിലവഴിക്കണം? ഖുർആൻ സുന്നത്തും അനുസരിച്ചാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ മലയാള പ്രസംഗങ്ങൾ കേൾക്കാത്തത്. പറഞ്ഞു വരുന്നത്, ഒരേ ഒരു വസിയത്ത്, ഒരു ഉപദേശം എനിക്കുള്ളത്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ക്ലാസ് എടുക്കുന്ന എഴുതുന്നവരുടേത് മാത്രമേ കേൾക്കാവൂ. അതിൽ കക്ഷിപക്ഷം നോക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ ഈ സക്കരിയ നബി അലൈഹിസ്സലാമിനെ ഈ കഫാലത്ത് ഏൽപ്പിക്കാൻ കാരണം നേർച്ച നേർന്നുപോയി, പിൻവലിക്കാൻ പറ്റൂല. അപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് ഈ മറിയം ബീബിയെ അവിടെ താമസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സംരക്ഷണം മറിയം ബീവിയുടെ പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നാണ് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നത്. അപ്പോൾ മറിയം ബീവിയുടെ
എന്ന് വെച്ചാൽ മാതൃ സഹോദരിയുടെ ഭർത്താവ്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് സക്കരിയ നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്തിലെ പ്രവാചകനായിരുന്നു. മസ്ജിദുൽ അഖ്സയിലെ ഇമാമായിരുന്നു. അതോടൊപ്പം അങ്ങേയറ്റത്തെ ഒരു വയോവൃദ്ധനും ആയിരുന്നു. അക്കാര്യം ഇതിന്റെ ശേഷമുള്ള ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ സക്കരിയ നബി അലൈഹിസ്സലാമിനെ മറിയം ബീവിയുടെ കഫാലത്ത് ഏൽപ്പിച്ചു. കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ, അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മിഹ്റാബിൽ പ്രവേശിച്ചപ്പോഴൊക്കെ, മിഹ്റാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ തന്നെ ഇമാമ നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിർവഹിക്കാൻ നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് മിഹ്റാബ് എന്ന് പറയുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മിഹ്റാബ് തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്ന മിഹ്റാബ് അതല്ല. ഇവിടെ പറയുന്ന മിഹ്റാബ് ആ കാലഘട്ടത്തിലുള്ള മസ്ജിദ് അഖ്സ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ ആ പള്ളി ജീവനക്കാർ, പള്ളിയിലെ ഇമാം, അതുപോലെയുള്ള നമ്മുടെ മുഅദ്ദിന്റെ സ്ഥാനത്തുള്ളവർ, ഇവർക്കൊക്കെ താമസിക്കാനും അതോടൊപ്പം ഇഴ്തികാഫിരിക്കുന്നവർക്ക് ഇഴ്തികാഫിരിക്കാനും അങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും ഇബാദത്ത് ചെയ്യാനുമൊക്കെ പള്ളിയുടെ മുഖ്യ കെട്ടിടത്തോടനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു സൗകര്യമാണ്. അത് പള്ളിയേക്കാൾ ഉയർന്ന തലത്തിലായിരിക്കും ഉണ്ടാകുക. ഇപ്പോഴും നമ്മുടെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലുമൊക്കെ അവിടുത്തെ ഇമാമിങ്ങൾക്കൊക്കെ താമസിക്കാൻ ആ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ജുമാഅത്ത് പള്ളികളിലൊക്കെ ഖത്തീബിന് മുദരിസിനൊക്കെ താമസിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്താറുണ്ട്. അത് പലപ്പോഴും അപ്സ്റ്റെയറിൽ ആയിരിക്കും, പള്ളിയുടെ മുഖ്യ ഹാളിനോടനുബന്ധിച്ച്. എന്നതുപോലെ അന്ന് പ്രത്യേകമായി സവിശേഷമായി ഈ ഇബാദത്തിനും ഇഴ്തികാഫിനും ഒക്കെ സംവിധാനിച്ചിരുന്ന, താമസിക്കുകയും അവിടെയായിരിക്കും. ആ ഉണ്ടാക്കിയിരുന്ന ആ സൗകര്യത്തിനാണ് മിഹ്റാബ് എന്ന് ഇവിടെ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ആ മിഹ്റാബിൽ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോഴൊക്കെ വജദ ഇൻദഹ റിസ്ഖ, മറിയം ബീവിയുടെ അടുത്ത് അദ്ദേഹത്തിന് പല ഭക്ഷണ വിഭവങ്ങളും കാണാൻ സാധിച്ചു. അപ്പൊ മറിയം ബീവിയുടെ ആഹാര കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ എത്തിച്ചു കൊടുക്കുന്നതല്ലാത്ത ഭക്ഷണം ഫ്രഷ് ആയത് സക്കരിയ നബി അലൈഹിസ്സലാമിന് അവിടെ കാണാൻ സാധിച്ചു. അത് തന്നെ തഫ്സീറിൽ പറയുന്നത്, ശൈത്യകാലങ്ങളിൽ ലഭിക്കാത്ത, ഉഷ്ണകാലങ്ങളിൽ വേനൽക്കാലത്ത് മാത്രം വിളയുന്ന പഴവർഗ്ഗങ്ങൾ, ഉദാഹരണമായി ഈത്തപ്പഴം ജൂൺ ജൂലൈ ഓഗസ്റ്റ് നമ്മളെ ഗൾഫിലൊക്കെ നല്ല ചൂടുള്ള കാലത്താണ് അത് വിളയുക. എന്നാൽ നല്ല ഫ്രഷ് ഈത്തപ്പഴം ശൈത്യകാലത്ത് മറിയം ബീവിയുടെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന് കാണാൻ സാധിച്ചു. അപ്രകാരം തന്നെ ശൈത്യകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴങ്ങൾ വേനൽക്കാലത്ത് മറിയം ബീവിയുടെ അടുത്ത് സക്കരിയ നബി അലൈഹിസ്സലാമിന് കാണാൻ സാധിച്ചു. അല്ല, ഫ്രഷ്. അപ്പോൾ ഇപ്പൊ ഇക്കാലത്ത് ഈ കാലഭേദമില്ലാതെ എല്ലാം ലഭിക്കും. പക്ഷെ ഈത്തപ്പഴം കിട്ടൂല കേട്ടോ. ഈത്തപ്പഴം അതെ ആ ചൂടുകാലത്ത് മാത്രമേ ഫ്രഷ് ഉണ്ടാവുള്ളൂ. ബാക്കി പല പഴവർഗ്ഗങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയായതുകൊണ്ട് അവിടെ ഒരിടത്ത് വേനലാണെങ്കിൽ വേറൊരിടത്ത് ശൈത്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗതാഗത സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് മിക്കവാറും എല്ലാ ഫലമൂലാദികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലഭേദമില്ലാതെ ലഭിക്കും. പക്ഷെ ആ കാലത്ത് അങ്ങനെയല്ലല്ലോ. ആ കാലത്ത് ഇത് വലിയൊരു പുതുമയുള്ള ഒരു മുഅ്ജിസത്തായ സംഗതിയാണ്. ശൈത്യകാലത്തെ ആഹാര വിഭവങ്ങൾ, ഫലമൂലാദികൾ വേനൽക്കാലത്ത് ലഭിക്കുക എന്നത്. ഇത് കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടി സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ, അല്ലയോ മറിയം, എവിടെ നിന്നാണ് നിനക്കിത് ലഭിച്ചത്? ഖാലത്ത്, അവർ പ്രതിവചിച്ചു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു. അപ്പോൾ മറിയം ബീവി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ സവിശേഷം റിസ്ക് എത്തിച്ചു കൊണ്ടിരുന്നു. അല്ലാഹു തആലാക്കും മലക്കുകൾക്കൊന്നും ഈ കാലഭേദമൊന്നുമില്ലല്ലോ. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്നവർക്ക്
കണക്കില്ലാതെ നൽകുന്നു. അതായത് ഈ കാലഭേദം, ദേശഭേദം, അതുപോലെ തന്നെയുള്ള അധ്വാന പരിശ്രമങ്ങളോടുകൂടി അല്ലാതെ തന്നെ ഓരോരുത്തരും ജീവിക്കുന്ന അവരുടെ താമസ സ്ഥലത്തേക്ക് അധ്വാന പരിശ്രമങ്ങളൊന്നുമില്ലാതെ, ഷോപ്പിംഗ് നടത്താതെ, ഫല വൃക്ഷങ്ങളിൽ നിന്ന് പറിച്ചെടുക്കാതെ തന്നെ അങ്ങനെയുള്ള കയ്യും കണക്കുമില്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. അള്ളാഹു തആലക്ക് അത് സാധിക്കും. അപ്പോൾ ഇവിടെ നേർച്ച നേർന്നതും ആ നേർന്ന കുഞ്ഞ് പെൺകുഞ്ഞായതും, അങ്ങനെ ഈ പെൺകുഞ്ഞിനെ മസ്ജിദുൽ അഖ്സയിൽ, പവിത്രമായ മസ്ജിദുൽ അഖ്സയിൽ വളർത്തിയതുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ചെയ്തതാകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീബിയെ പ്രത്യേകമായ പരിരക്ഷണത്തിലൂടെ വളർത്തി. ഇത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന് വമ്പിച്ച അത്ഭുതമായി. എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ വാർദ്ധക്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സന്താനത്തെ ലഭിക്കാൻ അങ്ങേയറ്റത്തെ ആഗ്രഹം സക്കരിയ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അതുണ്ടായിരുന്നു. പ്രവാചകന്മാർ എല്ലാ മനുഷ്യരായിരുന്നു. മനുഷ്യർക്കുണ്ടാകുന്ന സ്വാഭാവികമായ മാനുഷികമായ ആഗ്രഹ അഭിലാഷങ്ങൾ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പടുവാർദ്ധക്യത്തിലും ഈ മുഅ്ജിസത്ത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന് തനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നൽകാൻ അല്ലാഹു തആല കഴിവുറ്റവനാണ് എന്ന ബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ ഉണർന്നു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നാഥനോട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. നാഥാ, എനിക്ക് നീ നിന്റെ വകയായി ഒരു വിശിഷ്ടമായ സന്താനത്തെ നൽകി അനുഗ്രഹിക്കണമേ. തീർച്ചയായും നീ ദുആ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇവിടെ ഒരുപാട് സന്ദേശങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും, വിഷയമാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനാണ്. അല്ലാഹു തആലക്ക് കാര്യകാരണ ബന്ധങ്ങളുടെ പ്രതിബന്ധമില്ല, വിലങ്ങുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി അല്ലാഹു തആലക്ക് സാധിക്കും എന്ന ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നാം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവശതയിലും ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാം അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി ഒരു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇതേ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു ദുആ കൂടി സൂറത്തുൽ അംബിയായിൽ കാണാൻ സാധിക്കും. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി തന്നെയാണ്. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. നാഥാ, എന്നെ നീ ഒറ്റക്കാക്കി വിട്ടേക്കരുത്, നീ പിൻഗാമികളെ, അനന്തരാവകാശികളെ നൽകുന്നവരിൽ ഉത്തമനാകുന്നു. പരിശുദ്ധ ഖുർആനിൽ സന്താന സൗഭാഗ്യത്തിന്, സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള 3 ദുആകളുണ്ട്. അതിൽ 2 സക്കരിയ നബിയുടേതാണ്. മൂന്നാമത്തേത് എല്ലാവർക്കും അറിവുള്ളതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. നാഥാ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. ഇതൊരു സന്താന ലബ്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ തൊട്ടിൽ മുതൽ ചുടല വരെ എന്തെല്ലാം ആവശ്യങ്ങൾ അവന് നിവർത്തിക്കേണ്ടതുണ്ടോ, എന്തെല്ലാം സംഗതികൾ അവന് ആവശ്യമുണ്ടോ, ഇതെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരും മഹാന്മാരും ആ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ദുആകളൊക്കെ തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദുആയോടൊപ്പം തന്നെ അല്ലാഹു തആല പറയുന്നത് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ ദുആക്ക് നാം ഉത്തരം നൽകി എന്നാണ്. എന്തിനു വേണ്ടി? നാം നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും അള്ളാഹുവിൻ്റെ മുൻപിൽ ബോധിപ്പിക്കാൻ വേണ്ടി.
അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു തആലക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരാണ് ദുആ ചെയ്യുന്നത്, ആരാണ് അള്ളാഹുവിനോട് ആവശ്യം ഉന്നയിക്കുന്നത്, അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നല്ല. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അള്ളാഹു തആല പറഞ്ഞു, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ താങ്കൾ പറയുക, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ, മാ യഅബഉ ബികും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ അശേഷം വിലവെക്കുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ എനിക്കും നിങ്ങൾക്കും നിലയും വിലയും വേണമെങ്കിൽ നാം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്നാൽ ദുആ ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആ മുഖുൽ ഇബാദ. ദുആ എന്നാൽ അത് ഇബാദത്തിന്റെ മജ്ജയാകുന്നു. ഒരു ഹദീസ്. വേറെ ഹദീസിൽ അദ്ദുആ ഹുവൽ ഇബാദ, ദുആ അതാകുന്നു ഇബാദത്ത്. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ലെങ്കിൽ അത് കിബറാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ, തനിക്ക് താൻ പോന്നവനാണ്, തനിക്കൊന്നും ആരോടും ബോധിപ്പിക്കേണ്ടതില്ല എന്ന കിബറിൽ നിന്നാണ് ദുആ ചെയ്യാത്ത ആ അവസ്ഥ മനുഷ്യനിൽ ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കിബർ അല്ലാഹു തആലക്ക് അശേഷം ഇഷ്ടമില്ലാത്ത ഒരു ഏറ്റവും വെറുപ്പുള്ള ഒരു ദുർഗുണമാകുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ബോധിപ്പിക്കണം. അള്ളാഹുവിനോടെ ബോധിപ്പിക്കാവൂ. ഖുർആനിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളുടെയും ദുആകളൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേർക്ക് നേരെയാകുന്നു. ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്യും. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു പോരെ. ഈ കൽപ്പനകളൊക്കെ ഉണ്ടായിരിക്കെ, ഈ മാതൃകകളൊക്കെ ഉണ്ടായിരിക്കെ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന പണ്ഡിത വേഷധാരികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിന്റെ നേതാവും നീതന്മാരും അനുദിവസം അവർ ഈ കേരളത്തിൽ പ്രളയം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാനുള്ള ആഹ്വാനങ്ങളുമായി. അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകൾ സന്ദർശിച്ചുകൊണ്ട്, ജാറത്തിങ്ങൾ പോയിക്കൊണ്ട് അവരോട് ആവശ്യങ്ങൾ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഖബർ സന്ദർശിക്കാം, ഖബറാളികളുടെ അവർക്ക് സലാം ചൊല്ലാം, അവരുടെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യാം. ഇത് മാത്രമാണ് സുന്നത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് ആ ഖബറാളികൾ അത് എത്ര വലിയ മഹാന്മാരാവട്ടെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാകട്ടെ, റൗള ഷരീഫിൽ ചെന്നാൽ നബിയോടല്ല ദുആ ചെയ്യേണ്ടത്, നബിക്ക് സലാം ചൊല്ലുകയാണ് വേണ്ടത്. ദുആ ചെയ്യേണ്ടത് ആ ഉത്തരം ലഭിക്കുന്ന റൗള ഷരീഫിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇതറിയാത്ത ഒരൊറ്റ പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിലില്ല, ഒരൊറ്റ മുസ്ലിംമാരില്ല. പക്ഷേ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത്തരം സമുദായത്തെ വലാലത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുടെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്ന് ആകാശത്തിന് ചുവട്ടിലുള്ള ഏറ്റവും നികൃഷ്ട ജീവികൾ, ഏറ്റവും ഷർറായിട്ടുള്ളവർ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരായിരിക്കും. ആ കാലഘട്ടമല്ലേ ഈ സമാഗതമായത് എന്ന് നാം പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഉം.